എന്താണ് നമ്മൾ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്, അല്ലെ ക്വാളിറ്റി ടൈം ഇൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ എന്ന് പറയുന്നത്? എങ്ങനെ നമുക്ക് ഒരു ക്വാളിറ്റി ടൈം നമുക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ സ്പെൻഡ് ചെയ്യാം? ഡെയിലി ഈ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾക്ക് തമ്മിലുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ് വൈഫ് ആൻഡ് ചൈൽഡ് തമ്മിലുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമ്മൾക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡെയിലി നിങ്ങൾ ഒരു 15 to 30 minutes, ഹാഫ് ആൻ അവർ നമ്മൾ നല്ല സമയം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷെയർ ചെയ്യണം. അതിനകത്ത് ഹസ്ബൻഡിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വൈഫിൻ്റെ അടുത്തും വൈഫിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഹസ്ബൻഡിൻ്റെ അടുത്തും നമ്മൾ ഷെയർ ചെയ്യും. ഇപ്പം മെജോറിറ്റി ഓഫ് ദി ഹസ്ബൻഡ് വർക്കിംഗ് ആയിരിക്കും, അല്ല ചിലപ്പോൾ വൈഫ് ഹൗസ് വൈഫ്സ് ആയിട്ടിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിനകത്ത് അടച്ചിരിക്കുന്നവരായിരിക്കും. അപ്പം അവർക്ക് വീട്ടിനകത്തുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളും, അല്ലെങ്കിൽ വർക്ക് ഫീൽഡിലുള്ളവർക്കാണെങ്കിൽ വർക്ക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളും അവർക്ക് ഹസ്ബൻഡിനോട് തുറന്നു പറയാനും, അല്ലെങ്കിൽ ഹസ്ബൻഡിനും വൈഫിനോട് തുറന്നു പറയാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പരിധി വരെയുള്ള സംഗതികൾ സോൾവ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു ക്വാളിറ്റി ടൈം ഒരു കുട്ടിയുടെ അടുത്താണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവൻ്റെ ഇമോഷണൽ, സോഷ്യൽ, ബിഹേവിയറൽ, അവൻ്റെ ഡെവലപ്മെൻറ്റ് എല്ലാ സംഗതികളും അതിനകത്തോടെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനും അവന് ഒരു നല്ലൊരു സാമൂഹ്യ ജീവിയായിട്ട് പുറത്തോട്ടിറങ്ങാൻ, അല്ലെങ്കിൽ സാമൂഹ്യ വ്യക്തിയായിട്ട്, ജീവി എന്നല്ല സാമൂഹ്യ വ്യക്തിയായിട്ട് പുറത്തോട്ട് വരാനും അവനെ സഹായിക്കും. അവൻ്റെ ബേസിക് ഡെവലപ്മെൻറ്റ് നടത്തുന്നത് അവൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. അപ്പം അച്ഛനും അമ്മയും, ഇപ്പോൾ കുട്ടിയുള്ള ഒരാളാണെങ്കിൽ അച്ഛനും അമ്മയും മിനിമം ഒരു 15 to 30 minutes നമുക്ക് കുട്ടികളോട് സ്പെൻഡ് ചെയ്യുക തന്നെ വേണം. ഇനി എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്? ഒരു കുട്ടി സ്കൂളിൽ പോയിട്ട് വരികയാണെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തൊട്ട് വൈകിട്ട് വീട്ടിൽ വരുന്നിടം വരെയുള്ള കാര്യങ്ങൾ ആദ്യമൊക്കെ നമ്മൾ കുട്ടിയോട് അങ്ങോട്ടും ചോദിച്ച് നമ്മൾ പറയിക്കണം. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി അത് നമ്മളോട് തന്നെ റീപ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. അപ്പം അങ്ങനെ വരുമ്പോൾ കുട്ടികൾ ബാക്കിയുള്ള ലവ് അഫെയറോ അല്ലെങ്കിൽ വേറൊരു ചീത്ത കൂട്ടുകെട്ടോ അല്ലെങ്കിൽ ഒരു ഡ്രഗ്സിൽ നിന്നോ ഇങ്ങനെയുള്ള സംഗതികളിൽ നിന്നൊക്കെ മാറി നല്ല രീതിയിലേക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് അവന് ഷെയർ ചെയ്യാൻ ഒരാളുണ്ട് എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ വേറൊരു രീതിയിലേക്ക് വഴിതിരിഞ്ഞു പോകാതിരിക്കും. അപ്പം എങ്ങനെയുള്ള കുട്ടികളായിരിക്കും കൂടുതലും ഒരു ലവ് അഫെയർ അല്ലെങ്കിൽ വേറൊരു ഡ്രഗ്സ്, ആൽക്കഹോളിസം അങ്ങനെയുള്ള രീതിയിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് കൂടുതലും ഷെയറിങ്ങും കാര്യങ്ങളും കിട്ടാത്ത, അല്ല സ്നേഹം കിട്ടാത്തതോ, അല്ല അവൻ അവൻ്റെതായ പ്രശ്നങ്ങൾ പറയാനോ കേൾക്കാനോ ആളില്ല എന്ന് വരുന്ന ഒരവസ്ഥയിലാണ്. അപ്പം നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടത് ക്വാളിറ്റി ടൈം കുട്ടിയോട് കൂടി സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മളുടെ വീട്ടിൽ ഉള്ള കുട്ടി ഒരു 5 വയസ്സ് താഴെയുള്ള കുട്ടിയാണ്, നിങ്ങളുടെ കൂടെയാണ് ആ കുട്ടി രാത്രിയിൽ ഉറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ എപ്പോഴും കുട്ടിയെ നമ്മളുടെ നടുക്ക് കിടത്താതെ ഒരു പ്രായമായി കഴിഞ്ഞാൽ കുട്ടിയെ സൈഡിലോട്ട് മാറ്റി കിടത്തിയതിന് ശേഷം ഹസ്ബൻഡ് ആൻഡ് വൈഫ് എപ്പോഴും അടുത്ത് കിടന്നിട്ട് വേണം ആ ഉറങ്ങാനായിട്ട്. അപ്പം എന്താവും, നമ്മൾ തമ്മിലുള്ള ഇൻറ്റിമസി കൂടാനും ആ ഇൻറ്റിമസിയിലൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഷെയറിങ് വർദ്ധിക്കാനും നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതലും സോൾവ് ചെയ്ത് പോകാനും നമുക്ക് സാധിക്കും. അപ്പം ഒരു ഫാമിലി സ്മൂത്ത് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിട്ട് പോകണം. ആ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഫാമിലി ഈസിലി ആയിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. അതാത് ദിവസമുള്ള പ്രശ്നം അതാത് ദിവസം സോൾവ് ചെയ്ത് പോകുവാണ് എന്നുണ്ടെങ്കിൽ, അന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് സംസാരിച്ച് സോൾവ് ചെയ്ത് പോകുവാണ് എന്നുണ്ടെങ്കിൽ 100% ആയിട്ടും നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഈ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുമ്പം നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ആ സമയത്ത് നമ്മൾ എക്സ്റ്റേണൽ പ്രഷേഴ്സ്, അതായത് നമ്മളുടെ TV, മൊബൈൽ ഇങ്ങനെയുള്ള സംഗതികൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. ഇപ്പം നമ്മളൊരു കുട്ടിയുടെ കൂടെ കളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കൂടെ കളിക്കണയിലായിരിക്കണം നമ്മളുടെ ശ്രദ്ധ. അതിനകത്ത് നമ്മൾ ഫോൺ യൂസ് ചെയ്യാനോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ആ ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമ്മൾ ഫോൺ മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ ബെഡ്റൂമിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിയുന്നതും നമ്മൾ ഫോൺ യൂസ് ചെയ്യാതെ വിത്തൗട്ട് ഫോൺ നമ്മൾ ബെഡ്റൂമിൽ ആ ഒരു രീതിയിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. പിന്നെ
പറ്റുമെന്നുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുള്ളവരാണെങ്കിൽ, ഒരു വീട്ടിലുള്ള ആൾക്കാർ, അച്ഛൻ, അമ്മ, കുട്ടികൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഒന്നിച്ച് സംസാരിച്ച് ആ സമയത്ത് മാക്സിമം നമ്മൾ TV എന്നുള്ള സാധനം അവോയ്ഡ് ചെയ്ത് നിങ്ങൾ ആ ഒരിക്കലും ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് ക്വാളിറ്റി ടൈം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒരു പരിധി വരെ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പിന്നെ ഡെഫിനറ്റ്ലി നമ്മളുടെ ബെഡ്റൂമിലേക്ക് ഫോൺ കയറ്റരുതെന്ന് പറയുന്നതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നമ്മളുടെ മൊബൈലിൽ നിന്ന് വരുന്ന രശ്മികളും കാര്യങ്ങളും നമ്മളുടെ ഉറക്കത്തിനെയും കാര്യങ്ങളെല്ലാം നമ്മളെ ബാധിക്കുന്നതാണ്. അപ്പം പിന്നെ റേഡിയേഷൻസ് ഇഷ്യൂസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഒരു ഉറങ്ങണതിന് അരമണിക്കൂർ മുമ്പ് നിങ്ങൾ ഫോൺ യൂസേജ് അവോയ്ഡ് ചെയ്ത് നോക്കിക്കോളൂ. ഒന്നും നിങ്ങൾക്ക് പ്രോപ്പർ സ്ലീപ്പ് കിട്ടും. ദെൻ നിങ്ങൾക്ക് തമ്മിൽ ആ കിടക്കണ സമയത്ത് നിങ്ങൾക്ക് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ ഫാമിലി ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇങ്ങനെയുള്ള സംഗതികൾ. സോ കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നിങ്ങൾ ഫോൺ മാറ്റി വയ്ക്കുക. കിടക്കുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ, അതായത് അച്ഛൻ, അമ്മ, മകൻ എന്നുള്ള, അല്ലെങ്കിൽ ഹസ്ബൻഡ്, വൈഫ്, കുട്ടി എന്നുള്ള ആ ഒരു കൺസിഡറേഷനിൽ നിങ്ങൾ അവർ 3 പേരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുക. ഏറ്റവും അധികം ഹസ്ബൻഡ് ആൻഡ് വൈഫിന് പേഴ്സണൽ സ്പേസ് കിട്ടുന്നത് അവരവരുടെ ബെഡ്റൂമിലായിരിക്കും. സോ ആ പേഴ്സണൽ സ്പേസ് നിങ്ങൾ എഫക്റ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.